അതാണ് വഞ്ചിയൂരുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് 2 ദിവസം മുമ്പ് കിട്ടിയെങ്കിലും അതിൻ്റെ 400ഓളം ഇരട്ട വോട്ടുകൾ പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെങ്കിൽ മക്കൾക്ക് വേറെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പോളിംഗ് ബൂത്തുകളിൽ ധാരാളം ആളുകൾ വന്ന് അവരുടെ വോട്ടുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല ആളുകൾക്ക് ഇത്തവണ വോട്ടില്ല. സാധാരണ 2020 വോട്ടിൽ നിന്ന് അഡീഷണലായിട്ട് ചേർക്കുന്നവരെയാണ് സാധാരണ ചേർക്കുക. പക്ഷേ 2020 ചേർന്ന വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പോലും വോട്ടില്ലാത്ത പരാതി വന്നു. അപ്പം ഇങ്ങനെ ഒരു മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷനെ പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ട് വന്ന ഒരു പിന്നെ മരിച്ചുപോയവരുടെ പേര് പലയിടത്തും നീക്കം ചെയ്തിട്ടില്ല. ഇതിൽ പറയുന്ന പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ലാത്ത കുറേ വോട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോയി. അപ്പം ഞാനൊക്കെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയ ആളാണ്. അപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എത്ര വോട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ, സാർ 4 വോട്ടുണ്ട്, 2 പേർ സ്ഥലത്തില്ല, മക്കൾ പുറത്താണ്, ഒന്നുകിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പലരും യങ് ജനറേഷനിൽപ്പെട്ട പലരും സ്ഥലത്തില്ല, അവരാരും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ചെയ്ത വോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ UDF പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. മിക്കവാറും ചില ഏരിയയിലൊക്കെ മറ്റു പല പാർട്ടികളുടെയും പ്രത്യേകിച്ച് BJPയുടെ ഒരു നിസ്സംഗത ഞങ്ങൾക്ക് പല ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവൊരിക്കലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.